എനിക്ക് പറ്റിച്ചു ജീവിക്കാനേ അറിയൂ. അതെന്റെ മിടുക്ക്. പറ്റിക്കാനായിട്ട് നീയൊക്കെ നിന്ന് തരുന്നത് എന്തിനാണ്? വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത് ഒട്ടേറെ സ്ത്രീകളെ കബളിപ്പിച്ച പത്തനംതിട്ട സ്വദേശി കാർത്തികയുടെ ഈ വാക്കുകൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുകയാണ്. അതെ, ഞാൻ പറ്റിക്കാൻ വേണ്ടിയിട്ടാണ്. താൻ കൂടുന്നുണ്ടോ? ആയോ, ഞാൻ സ്ഥലം പറഞ്ഞുതരാം. ഒരു സൈഡ് മാത്രം കേട്ടിട്ട് ഉണ്ടാക്കാൻ വേണ്ടിട്ട് താൻ നിക്കരുത് കേട്ടോ. ഇത്രയും നാളെ ഞാൻ പ്രതികരിച്ചില്ല എന്ന് പറഞ്ഞിട്ട് എന്റെ മെക്കട്ടോട്ട് ആവശ്യമില്ലാത്ത വന്നുണ്ടല്ലോ. ഏതവനാണെങ്കിലും പറയാനുള്ളതിന് കാര്യം അറിയാവുന്ന എന്റെ അടുത്ത് സംസാരിക്കാനായിട്ട് നിക്കരുത്. തന്റെ ഒന്നും കാശ് ഞാൻ വാങ്ങിച്ചിട്ടല്ലോ ജീവിക്കുന്നത്. എന്തറിഞ്ഞിട്ടാണ് താനക്ക് വർത്താനം പറയാൻ നിൽക്കുന്നത്? എന്റെ ഹസ്ബൻഡിന്റെ അനിയൻ മരിച്ചിരിക്കുന്ന സമയത്ത് എനിക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഉണ്ടായിരുന്നു. ഓക്കെ, പ്രതികരിക്കാണ്ടിരിക്കുന്ന എന്താണെന്നറിയോ? പിന്നെ 90 ദിവസത്തെ എഗ്രിമെന്റും കാര്യങ്ങളും വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഞാൻ നിയമപരമായിട്ട് നീങ്ങിയിട്ടും ഉണ്ട്. അതെ, പറ്റിച്ച് ജീവിക്കാം. എനിക്ക് പറ്റിച്ച് ജീവിക്കാനേ അറിയുള്ളൂ. അത് എന്റെ മിടുക്ക്. പറ്റിക്കാനായിട്ട് നീക്ക് നിന്നിരുന്നത് എന്തിനാണ്? മേലാൽ വർത്താനം കൊണ്ട് എന്റെ മെസ്സേജ് കാണാൻ അടിക്കാങ്കിലുണ്ടല്ലോ. പണം തിരികെ ചോദിച്ചു വിളിച്ചയാളോടാണ് കാർത്തികയുടെ ഈ ചോദ്യം. കൊച്ചി പുല്ലേപ്പടിക്ക് സമീപം ടേക്ക് ഓഫ് ഓവർസീസ് എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസി ഉടമയായ 25-കാരിയായ കാർത്തിക പ്രദീപ് ലക്ഷ്യങ്ങളാണ് ജോലി വാഗ്ദാനം ചെയ്ത് പലരിൽ നിന്നായും തട്ടിയെടുത്തത്. തൃശൂർ സ്വദേശിയിൽ നിന്ന് UK-യിൽ ജോലി വാഗ്ദാനം ചെയ്ത് 5.23 ലക്ഷം രൂപ തട്ടിയെന്ന കേസിലാണ് കാർത്തികയെ എറണാകുളം സെൻട്രൽ പോലീസ് കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തത്. UK-യിൽ സോഷ്യൽ വർക്കർ ജോലി ശരിയാക്കി നൽകാമെന്നായിരുന്നു കാർത്തിക നൽകിയ വാഗ്ദാനം. ഇതിനായി പലതവണകളിലായി മൊത്തത്തിൽ 5.23 ലക്ഷം രൂപ യുവതിയിൽ നിന്ന് കൈപ്പറ്റി. ബാങ്ക് അക്കൗണ്ട് വഴിയും ഓൺലൈൻ UPI ഇടപാടുകളിലൂടെയുമാണ് പണം കൈമാറിയത്. എന്നാൽ ജോലി ലഭിക്കാതിരിക്കുകയും സംഭവം തട്ടിപ്പാണെന്ന് ബോധ്യപ്പെട്ടതോടെയുമാണ് ഇവർ പോലീസിൽ പരാതി നൽകിയത്. പരാതിയെ തുടർന്ന് പോലീസ് കേസെടുക്കുകയും കൊച്ചിയിലെ സ്ഥാപനം പൂട്ടി കാർത്തിക മുങ്ങുകയുമാണുണ്ടായത്. സ്ഥാപനത്തിന് ലൈസൻസ് ഇല്ലെന്ന് നേരത്തെ തന്നെ കണ്ടെത്തിയിരുന്നു. അർമേനിയയിൽ പ്രവർത്തിച്ചു വരുന്ന ബിഗ് വിങ്സ് എന്ന എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസിയുടെ പാർട്ണറാണെന്ന് വിശ്വസിപ്പിച്ച് പണം തട്ടിയ കേസിൽ ഫറോക്ക് സ്റ്റേഷനിലും കാർത്തികയ്ക്കെതിരെ കേസുണ്ട്. നിരവധി പേരാണ് അന്ന് തട്ടിപ്പിനിരയായത്. വെറും 7 ദിവസം കൊണ്ട് ജോലി തരപ്പെടുത്തി നൽകാമെന്നായിരുന്നു വാഗ്ദാനം. കാർത്തിക പ്രദീപിന്റെ ഡോക്ടർ ബിരുദവും സംശയത്തിന്റെ നിഴലിൽ തുടരുകയാണ്. യുക്രൈനിൽ നിന്നും കാർത്തിക ഡോക്ടർ ബിരുദം നേടിയെന്നാണ് വാദിക്കുന്നത്. എന്നാൽ കാർത്തിക പഠിച്ചിരുന്ന യൂണിവേഴ്സിറ്റിയിലെ തന്നെ മറ്റൊരു മലയാളി വിദ്യാർത്ഥിയിൽ നിന്നും ലക്ഷങ്ങൾ തട്ടിയ കേസിൽ കുടുങ്ങിയതോടെ കാർത്തികയ്ക്ക് പഠനം പൂർത്തിയാക്കാൻ സാധിക്കാതെ മടങ്ങേണ്ടി വന്നുവെന്നാണ് ലഭ്യമാകുന്ന വിവരം. യുക്രൈനിലായിരുന്നു കേസ്. മലയാളി അസോസിയേഷൻ അടക്കം ഇതിൽ ഇടപെട്ടിരുന്നു. ശേഷം നാട്ടിലെത്തിയ കാർത്തിക തട്ടിപ്പുകൾ തുടരുകയാണുണ്ടായത്. യുക്രൈനിൽ നിന്നും തിരിച്ചെത്തിയ ശേഷം മലയാള സീരിയലിലെ പ്രമുഖ നടിയുടെ സഹോദരനുമായി വിവാഹം വരെ നിശ്ചയിച്ചിരുന്നു. എന്നാൽ ഇത് പിന്നീട് മുടങ്ങിയിരുന്നു. കൊച്ചിയിൽ മാത്രം 30 ലക്ഷത്തോളം രൂപയാണ് ഇവർ പലരിൽ നിന്നായി വാങ്ങിയത്. 3 ലക്ഷം രൂപ മുതൽ 8 ലക്ഷം രൂപ വരെയാണ് ജോലി വാഗ്ദാനം ചെയ്ത് കാർത്തിക ഉദ്യോഗാർത്ഥികളിൽ നിന്നും കൈക്കലാക്കിയത്. കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് മുതൽ ആണ് യുവതി തട്ടിപ്പ് ആരംഭിച്ചത്. പണം കൈപ്പറ്റി 90 ദിവസത്തിനുള്ളിൽ ജോലി തരപ്പെടുത്തി നൽകാമെന്നായിരുന്നു വാഗ്ദാനം. എന്നാൽ പറഞ്ഞ കാലയളവിൽ ഉദ്യോഗാർത്ഥികൾക്ക് ജോലി നൽകാൻ കാർത്തികയ്ക്കായില്ല. ഒടുവിൽ ചോദ്യവുമായി വന്നവരെ കാർത്തിക ഭീഷണിപ്പെടുത്തുകയാണ് ഉണ്ടായത്. സംഭവത്തിൽ വിശദമായ അന്വേഷണം നടക്കുകയാണെന്ന് കൊച്ചി സെൻട്രൽ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ അനീഷ് ജോൺ അറിയിച്ചു. കാർത്തിക പ്രദീപ് ഇൻസ്റ്റഗ്രാമിലും താരമാണ്. ഇൻസ്റ്റഗ്രാമിൽ 13,000-ലേറെ ഫോളോവേഴ്സ് കാർത്തികയ്ക്കുണ്ട്. കാർത്തികയുടെ റീൽസിനും വീഡിയോകൾക്കുമെല്ലാം സിനിമാ താരങ്ങൾ അടക്കമുള്ളവർ ആരാധകരാണ്.